ഇന്ന് നമ്മളോടൊപ്പം സ്റ്റാർ ജാമിലുള്ളത് ഇസ് ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ കൃഷ്ണപ്രഭ. സിനിമയിലോട് താല്പര്യം തോന്നാനായിട്ട് എന്താണ് കാര്യം? വീട്ടിലാരെങ്കിലും സിനിമയിൽ അഭിനയിക്കുകയോ? ഒരു ബന്ധമില്ല, പക്ഷെ ഞങ്ങൾ സിനിമ ഒരെണ്ണം പോലും വിടാതെ കാണുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ അച്ഛൻ, ഇപ്പം അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. അച്ഛന് നിർബന്ധമായിരുന്നു എല്ലാ വീക്കെൻഡിലും നമ്മൾ ഒന്നില്ലെങ്കിലും പുറത്ത് പോകണം. അപ്പോൾ എല്ലാ ആഴ്ചയിലും സിനിമ കാണും. ഇറങ്ങുന്ന എല്ലാ വെള്ളിയാഴ്ചയാണല്ലോ സിനിമ കാണുന്നത്. അപ്പോൾ മിക്ക പടങ്ങളും കാണാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ക്രേസായി, ഇത് എന്താണ് ഈ സംഭവം എന്നറിയാനുള്ളത്. ഞാനും എൻ്റെ ചേട്ടനും പണ്ട് ടി വിയിലൊക്കെ നമ്മൾ വീട്ടിലേക്കുമ്പോൾ ടി വിയിലൊക്കെ സിനിമകൾ കാണിക്കുമ്പോൾ പുറകിലൊക്കെ പോയി നോക്കും, ഇവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പൊ ഓർത്ത് ചിരിക്കാൻ രസമാണ് കേട്ടോ. പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നല്ല ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ ഒത്തിരി 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 സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിൽ ദിവ്യ ഉണ്ണി എനിക്ക് തോന്നുന്നു 8 or 10 ഡ്രസ് ചേഞ്ച് എന്തോ ചെയ്യുന്നുണ്ട്. അതൊക്കെ അന്നേ നോക്കി വെക്കും കേട്ടോ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടാണ് അടുത്ത ഷോട്ട് എടുക്കണം, അന്ന് ഇതൊന്നും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഇവരെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും ഡ്രസ്സൊക്കെ മാറ്റുക, ഇങ്ങനെ ഊരി കളയായിരിക്കോ അതൊക്കെ നോക്കൂ. അങ്ങനെ എന്തോ ഇതിലേക്ക് ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് മുതലാണ് ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങിയ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഞാനിപ്പോൾ ഇൻഡസ്ട്രി വന്നിട്ട് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്ത മൂവി മാടമ്പിയാണ്. ഇപ്പോഴും ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് മാടമ്പിയിലെ സുരാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അതിൻ്റെ അകത്ത് ശരിക്കും പേര് പറഞ്ഞ ഒരു ഇന്ന ഐഡൻറ്റിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല, പക്ഷേ ആ സീൻ എന്തോ എൻ്റെ ദൈവാധീനം കൊണ്ട് ആ സീൻ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു സീനാണ്. പെട്ടെന്ന് വാ, കിടവാസ് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്, വാ പോയി നോക്കാം. പെൺപടകൾക്ക് സ്വാഗതം. ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെന്താ ഇതിനെത്രയാ? പ്ലീസ് ലൈസൻസ്. ഒച്ച വച്ച് നിശബ്ദത ഉണ്ടാക്കാതെ ഒരു നിമിഷം ശ്രദ്ധിക്കും മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ്. അതെന്തുവാ കീടമേ ഞങ്ങളെയൊക്കെ കസിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിച്ച് എന്തേലും ചാൻസ് ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കീടം കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ഷീലാമ്മ വിളിക്കുന്ന പോലെ വാസുകൊച്ചേട്ടാ അങ്ങനെ വിളിച്ചാൽ മതി. ഒരു നിമിഷം. ഹലോ ബ്ലഡി ഫൂൾ, ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലോടോ. എന്റെ സ്വഭാവം മഹാകൂറൻ അറിയോ? വച്ചിട്ട് പോട ഫോൺ. ബ്ലഡി ഫൂൾ. വീട്ടിൽ നിന്ന് അച്ഛനാന്നേ ചുമ്മാ ഈ നേരത്തൊക്കെ വിളിച്ച് ശല്യം ചെയ്യും. ഇത് നല്ല ഫോറിൻ ലിഫ്റ്റിക്കാ. ഭവാനിയുടെ കല്യാണം ആയെന്ന് കേട്ടു. നടന്നില്ല കീടമേ. വീണ്ടും കീടം. അല്ല വാസുകൊച്ചേട്ടാ, അവക്ക് ചൊവ്വാദോഷമാ. ചൊവ്വാഴ്ച മാത്രമല്ലല്ലോ ദോഷം, അതെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞൂടെ? അല്ല വാസുകൊച്ചേട്ടാ, വാസുകൊച്ചേന്റെ നല്ല ആമ്പിള്ളേർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ 6 അടി മൂലം പൊക്ക നക്ഷത്രം, അല്ല 6 അടി പൊക്കം മൂല നക്ഷത്രം നല്ല പയ്യനെ നോക്കട്ടെ. അതൊന്നും അവക്ക് വേണ്ട. ഇത് ഞാനെടുത്തേ. കാശ് വെച്ചിട്ട് കാശ് വേണമെങ്കിൽ പറ്റില്ലായിരിക്കോ. കൃഷ്ണയുടെ ഫസ്റ്റ് ഫിലിം തന്നെ ദി എവർ സോ പോപ്പുലർ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, ആ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടനായിട്ട് എനിക്കങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി തെളിയിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. അദ്ദേഹം എൻ്റെ അകത്തൊരു സാറായിട്ടായിരുന്നു, ഞങ്ങളുടെ സാറായിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ടി വി ഷോസ് ഒക്കെ കണ്ടിട്ടൊക്കെ അന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാണുന്നുണ്ട് കേട്ടോ ടി വി ഷോ ചെയ്യുന്നതൊക്കെ നന്നാവുന്നുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഓരോ ഷോസിനൊക്കെ കാണുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് അമ്മ അസോസിയേഷനിൽ മീറ്റിങ്ങിലൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെയ്തതിലും. സുഖല്ലേ എന്നൊക്കെ അവൻ ഇപ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, ഈ ലാലേട്ടന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അവന് പിന്നെ എങ്ങനെ മറക്കും, എന്തിനാ എങ്ങനെ മറക്കണം എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഒരു അതിശയം തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു വലിയൊരു ആക്ടറിന് നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരൊന്നും ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരിക, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മളെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണത്. At the same time you've also acted with മമ്മൂട്ടി. നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ കോമ്പിനേഷൻ, എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിരുന്നു മമ്മൂക്കായിട്ടാണ്, കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ. അപ്പോൾ നമുക്ക് അല്ലാതെ ഇരിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ അത് എന്തെങ്കിലും ചിലപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമുക്ക് ഷോട്ട് എടുക്കേണ്ട ടൈമിൽ നമ്മൾ എത്രത്തോളം ഒരു ഫീൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ചാനലിൽ, ഞാൻ കാണാറുണ്ട് പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ, നന്നാവുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കൊരു എന്തൊരു അവാർഡ് കിട്ടിയ പോലെയാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഒരു ഫ്രണ്ട്ലി ആക്കും, എന്നിട്ട് ആ ഡയലോഗ് പറയുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫീൽ ഫ്രീ ആയിട്ട് ടെൻഷനൊക്കെ പോയി
അതും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെ ക്യാരക്ടർ, അതായത് കടൽ കടന്ന് മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഇന്നത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ് അതിൻ്റെ? മാത്തുക്കുട്ടി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ രഞ്ജിത്ത് സാറിൻ്റെ ഡയറക്ഷനാണ് അതിൽ. എൻ്റെ അതിലെ ക്യാരക്ടർ ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നോർമൽ മലയാളി ഗേൾ. അത് മമ്മൂക്കയായിട്ട് കുറച്ചുകൂടെ ഒരു അടുപ്പമുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം എല്ലാവരും കണ്ടു കാണുമല്ലോ മാത്തുക്കുട്ടി എന്ന് പറയുമ്പോൾ പുള്ളിനെ എല്ലാവരും ഒരു അവോയ്ഡ് ചെയ്തിട്ടിട്ടുള്ള ഒന്നിനും കൊള്ളില്ലാത്തവൻ എന്നും പറഞ്ഞിട്ട് എന്തോ ഇട്ടേക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഈ ദീപ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ മാത്തുക്കുട്ടീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പടം കണ്ടിറങ്ങിയവരാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ക്യാരക്ടർ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ആണെങ്കിലും സാധാരണ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളതൊക്കെ ആണെങ്കിലും ഒരു കോമഡി ടച്ച് ഉള്ളതായിരുന്നു ക്യാരക്ടർ. ഒരു ഡീസൻറ്റ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കോമഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ജഗദീഷ് അങ്ങനെ ഒരു ഇതിലാണ്. പെട്ടെന്ന് നമുക്ക് ഫീമെയിൽ സ്റ്റാർസിനെ ഓർമ്മ വരില്ല. എന്താണ് അതിൻ്റെ ഒരു കാര്യം? എന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സാക്ട് റീസൺ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ കൂടുതലും മെയിൽ ഡോമിനൻ്റ് ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ കൂടുതൽ ഡയറക്ടേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ അഞ്ജലി മേനോൻ അവരിപ്പോഴുള്ള ഫീമെയിൽ ഡയറക്ടേഴ്സ് വന്നു തുടങ്ങിയത്. ചിലപ്പോൾ അതിൻ്റെ ഒരു കാരണമായിരിക്കാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, കൽപ്പന ചേച്ചി നമ്മൾ ഒരിക്കലും മറക്കില്ലാത്ത ഒരു ആക്ട്രസ്സാണ് കൽപ്പന ചേച്ചി. അതുപോലെ KPSC ലളിത ആൻറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 ആക്ടേഴ്സാണ്. പിന്നെ അതുപോലെ സുകുമാരി അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. എന്നോട് എല്ലാവരും ചോദിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടിയാരാണെന്ന് വെച്ചാൽ ഞാൻ സുകുമാരി അമ്മയുടെ പേരെ പറയുള്ളൂ. കാരണം സുകുമാരി അമ്മയെ പോലെ വേഷപ്പകർച്ചയുള്ള ഒരു നടി, അല്ലെങ്കിൽ ഇപ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി, സീരിയസ് ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു അമ്മ, ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടർ നമ്മൾ ഇപ്പോൾ എന്താണ് മാഗി ആൻറ്റി അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്രയും വേഷപ്പകർച്ചയൊക്കെ ഉള്ള ഒരു ആക്ട്രസ് വേറെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ കോമഡി എന്ന് പറയുമ്പോൾ മെയിൽ ഡോമിനൻറ്റ് ഇപ്പോൾ ജഗദീഷ് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള കൊമേഡിയൻ, ഇപ്പോൾ സുരാജേട്ടൻ അടക്കമുള്ള കൊമേഡിയൻസ് വന്നിട്ടുണ്ടെങ്കിലും സുകുമാരി അമ്മേനെ ഒന്നും നമ്മൾ മാറ്റി നിർത്തുന്നില്ലല്ലോ.